പഴയ പള്ളികൾക്കുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈറ്റിങ് പോരാ. അപ്പോൾ നമ്മൾ ഹൈവേ ലൈറ്റ് വെച്ചിട്ട് ഒരു അൾത്താരയിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പള്ളിയിൽ ഹൈവേ ലൈറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ എലിയാസ് പറഞ്ഞപ്പോഴേ മനസ്സിലായത്, നമ്മൾ രണ്ടുപേരും പല പ്രോജക്റ്റിലും ഈ പള്ളികളിൽ പോകാറുണ്ട്. പള്ളികളിൽ അപ്പോൾ പഴയ പള്ളികൾക്കുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈറ്റിങ് പോരാ. പക്ഷെ നമുക്ക് അവിടെ ലൈറ്റിങ് കൊടുക്കാനുള്ള ഓപ്ഷനും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സീലിംഗ് ഒത്തിരി ഹൈറ്റിലാണ്, സീലിംഗിൽ ലൈറ്റ് ഒന്നും വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അന്ന് പില്ലറുകൾ വളരെ കുറവാണ്. നമ്മൾ പല സ്ഥലത്തും അപ്പോൾ നമ്മൾ ഹൈവേ ലൈറ്റ് വെച്ചിട്ട് ഒരു അൾത്താരയിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പള്ളിയിൽ ഹൈവേ ലൈറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 25 ചർച്ചിന് മുകളിൽ നമ്മൾ ഈ പറഞ്ഞതിന്റെ റെഫറൻസ് വെച്ച് ഇപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത് വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. കാരണം വെച്ചാൽ ഹൈവേ ലൈറ്റ് എന്ന് പറയുമ്പോൾ കാരണം വെച്ചാൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ലൈറ്റാണ് ഹൈവേ ലൈറ്റ്. അപ്പോൾ ഡ്യൂട്ടന്റെ ഹൈവേ ലൈറ്റിന് കുറച്ചുകൂടി ലുമൻ കൂടുതൽ, ഏകദേശം നമുക്കൊരു പെർ വാർഡ് ഒരു 135 ലുമൻ അടുത്ത് നമ്മുടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ ലൈറ്റിന് ഇന്റൻസിറ്റി കൂടുമ്പോൾ നല്ല ഇതായിരിക്കില്ല, പിന്നെ അങ്ങനെ പെട്ടെന്ന് കണ്ണിലൊന്നും മുത്തത്തില്ല. ശരിക്കും ഹൈവേ ഇൻഡസ്ട്രിയലിന് ഒരു മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ലൈറ്റുകളാണത്. പക്ഷെ അതിനിപ്പോൾ നമ്മളിപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ പോയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. നമ്മൾ അവിടെയാണ് ഹൈവേ ലൈറ്റ് ആദ്യം വെച്ചത്. അൾത്താര വെച്ചിട്ട് നല്ല അടിപൊളി, നല്ല ഭംഗിയാണ്. സെയിം ലെവലിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുന്നത്. Newton LED, engineered for perfection with German technology.